وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. മക്കയിൽ വളരെ ഇരുട്ടുള്ള ഒരു രാത്രി, നഗരം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മരുഭൂമിയുടെ ഇരുട്ടിലൂടെ കുറച്ചാളുകൾ നടന്നു പോകുകയാണ്. അവർ വളരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കുകയാണ്. അവരുടെ മുഖത്ത് അവരെന്തിനെയോ ഭയക്കുന്നതിൻ്റെ പരിഭ്രാന്തിയുണ്ട്. അവരുടെ മുഖത്ത് ആരിൽ നിന്നോ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ബേജാറുമുണ്ട്. അത് ഇസ്ലാമിൻ്റെ ചരിത്രത്താളുകളിൽ രോമാഞ്ചത്തോടുകൂടിയല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു വീരപുരുഷനാണ് ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കഥ ഇസ്ലാമിക ചരിത്രം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച പ്രാരംഭ വ്യക്തികളിൽ ഒരാളായിരുന്നു. പ്രാരംഭ വ്യക്തികൾ അനുഭവിച്ച എല്ലാ വേദനയും യാതനയും പ്രയാസവും ജാഫർ ഇബ്നു അബി താലിബും അനുഭവിച്ചു. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമ നെഞ്ചിലേറ്റിയതിനു വേണ്ടി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തള്ളിപ്പറഞ്ഞു. അതുവരെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. തെറ്റു പറഞ്ഞാലും അസത്യം പറഞ്ഞാലും അനീതി പറഞ്ഞാലും അധർമ്മം പറഞ്ഞാലും നന്മയും തിന്മയും നോക്കാതെ തന്നെ അനുകൂലിച്ചിരുന്ന തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ശരി തൻ്റെ ഭാഗത്തായാൽ പോലും അനുകൂലിക്കാത്ത, സപ്പോർട്ട് ചെയ്യാത്ത വല്ലാത്ത ഒറ്റപ്പെട്ട ഒരവസ്ഥ അദ്ദേഹം അനുഭവിച്ചു. ആ ബഹിഷ്കരണത്തിൽ നിന്നും ആ ഏകാന്തതയിൽ നിന്നും ആ ഒറ്റപ്പെടലിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് അനുയായികൾ അബിസീനിയയിലേക്ക് ഹിജ്റ പോയതുപോലെ ജാഫർ ഇബ്നു അബി താലിബും കുടുംബവും ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മരുഭൂമിയുടെ ഇരുട്ടിനെ സാക്ഷിയാക്കിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ നാട് വിട്ടു പോകുന്നത് വ്യഭിചരിച്ചതുകൊണ്ടോ നാട്ടുകാർക്കും വീട്ടുകാർക്കും പിടിക്കാത്ത രസിക്കാത്ത ഏതെങ്കിലും ഒരു അധർമ്മ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നും ആ സൃഷ്ടാവിന്റെ ദൂതനാണ് സത്യസന്ധനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും അംഗീകരിച്ചതിന്റെ പേരിലായിരുന്നു. ജാഫർ ഇബ്നു അബി താലിബിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹം അബിസീനിയയിൽ കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വേദന അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിട്ടുപിരിഞ്ഞതായിരുന്നില്ല, അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതായിരുന്നില്ല,
അദ്ദേഹത്തിന്റെ കൂട്ടുകാർ നഷ്ടപ്പെട്ടതായിരുന്നില്ല. ചെറുപ്പം തൊട്ട് വളർന്നു വന്ന മണ്ണിനെ വേർപിരിയേണ്ടി വന്ന ദുഃഖമായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടിയ പ്രശ്നം. അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വസ്തുത തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള ജീവിതം തനിക്ക് നിഷേധിക്കപ്പെട്ടു എന്ന വസ്തുതയായിരുന്നു. പല സന്ദർഭങ്ങളിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അദ്ദേഹം കരഞ്ഞു. തന്റെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ പുത്രനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനർഘമായ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിൾ തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. അദ്ദേഹം ആത്മാർത്ഥമായി മനസ്സിൽ ആഗ്രഹിച്ചു, എന്റെ നബിയുടെ അടുത്ത്, എന്റെ പ്രവാചകന്റെ അടുത്ത് എത്താൻ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ റബ്ബേ. രാത്രിയുടെ 3-ാം യാമങ്ങളിൽ ജാഫർ ബിൻ അബീ ത്വാലിബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, നാഥ, എന്റെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ അടുത്ത് തിരിച്ചെത്താൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. എല്ലാം മറന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട എല്ലാ ബഹിഷ്കരണങ്ങളെയും എല്ലാ ശത്രുക്കളെയും അമ്പരപ്പിച്ചുകൊണ്ട് മദീനക്കാർ പ്രവാചകനെ അനിതര സാധാരണ വിധം അനുകൂലിച്ചു, പിന്താങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിന് വേണ്ടി, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ആരൊക്കെ ഹിജ്റ പോയിട്ടുണ്ടോ അവരൊക്കെ തിരിച്ചു വരട്ടെ ഈ നാട്ടിലേക്ക്. ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ട വെള്ളമുണ്ട്, ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണമുണ്ട്, ഇവിടെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പിന്താങ്ങുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മെ എല്ലാ തരത്തിലും സഹായിക്കുന്ന കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് ആരൊക്കെ ഇസ്ലാമിന് വേണ്ടി ഹിജ്റ പോയിട്ടുണ്ടോ അവരൊക്കെ മദീനയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രവാചകന്റെ പ്രഖ്യാപനം ജാഫർ ബിൻ അബീ ത്വാലിബിന്റെ ചെവിയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. കാലങ്ങൾക്ക് ശേഷം വേർപാടിന്റെ ആ ദുഃഖം, വേർപാടിന്റെ ആ വേദന, ആ മുറിവ് അടയാൻ പോകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കാനുള്ള മഹാഭാഗ്യം തനിക്ക് ഇനിയും ലഭിക്കാൻ പോകുകയാണ്. ജാഫർ ബിൻ അബീ ത്വാലിബിന്റെ രൂപം വിശദീകരിക്കുന്നത് പ്രവാചകന്റെ അതേപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ജാഫർ ബിൻ അബീ ത്വാലിബിനെയും പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോകുമായിരുന്നു. അത്രയ്ക്ക് രൂപസാദൃശ്യമുണ്ടായിരുന്നു അവർ തമ്മിൽ. അങ്ങനെ ജാഫർ ബിൻ അബീ ത്വാലിബ് അബസീനിയയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാകുകയാണ്. മദീനയിലേക്ക് യാത്രയായി മദീനയുടെ കവാടം കടന്ന് ജാഫർ ബിൻ അബീ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയുടെ സവിധത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ദിവസം മദീനക്കാർക്ക് മറ്റൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. ജൂതന്മാരുടെ അളവറ്റ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് കൈവന്ന സന്തോഷം. ജാഫർ ബിൻ അബീ ത്വാലിബിനെ കണ്ട ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഒരു കൊച്ചുകുട്ടിയെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നുകൊണ്ട് ജാഫറിനെ കെട്ടിപ്പിടിച്ചു. ജാഫറിന്റെ കവളത്തേക്കും ജാഫറിന്റെ നെറ്റിയിലേക്കും മുമ്പ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനുജ, എനിക്കറിയില്ല, അളവറ്റ സമ്പത്താണോ, അളവറ്റ സമ്പത്ത് മുസ്ലിം സമുദായത്തിന് ഇന്ന് കൈവന്നതാണോ, അതല്ല നിന്റെ ആഗമനമാണോ, ഏതാണ് എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ള വസ്തുത തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല ജാഫറെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രക്ക് പ്രവാചകനും സ്നേഹിച്ചിരുന്നു ജാഫർ ബിൻ അബീ ത്വാലിബിനെ. അവരൊരുമിച്ച് ജീവിച്ചു, അനുയായിയും നേതാവും ഒരുമിച്ചുള്ള കുറച്ച് കാലഘട്ടം. പക്ഷേ ആ സന്തോഷം അധിക നാൾ നിലനിന്നില്ല, അത് തകരുകയാണ്. മുഅ്ത യുദ്ധം എന്ന ഇസ്ലാമിന്റെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ അമീറന്മാരെ നിയമിക്കുകയാണ്. ഒന്നാമതായി ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നീയാണ് ഈ യുദ്ധത്തിൽ പതാക വഹിക്കേണ്ടത്, ഈ യുദ്ധത്തിൽ നീയാണ് പതാകവാഹകൻ, നീയാണ് സൈന്യാധിപൻ. നീ മരിച്ചാൽ, നിന്റെ തല ഉടലിൽ നിന്ന് ഛേദിക്കപ്പെട്ടാൽ ഈ കൊടി നിലത്ത് വീഴാൻ പാടില്ല, അതിനു മുൻപ് ഈ കൊടി നീ കൈമാറിയിരിക്കണം. രണ്ടാമതായി മറ്റൊരു സഹാബിയെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ചു. മൂന്നാമതായി രണ്ടാമത്തെ ആളോടും പ്രവാചകൻ പറഞ്ഞു, നിന്റെ ജീവൻ ഹനിക്കപ്പെട്ടാൽ, മൂന്നാമതായി നിന്റെ ജീവൻ പൊഴിയുന്നതിന്റെ മുന്നേ ജാഫർ ബിൻ അബീ ത്വാലിബിന്റെ കയ്യിലേക്ക് നീ പതാക ഏൽപ്പിക്കണം. അങ്ങനെ 7ഓളം വരുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാക്കന്മാരായി, സൈന്യാധിപന്മാരായി നിയമിച്ചു. അവരെല്ലാവരും മുഅ്ത യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. മുശ്രിക്കുകളും മുഅ്മിനീങ്ങളും തമ്മിൽ കണ്ടുമുട്ടി. ഘോരമായ യുദ്ധം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വചനം
ആ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഉയരുന്നത് കേൾക്കാം. ഒന്നാമത്തെയാള് ഷഹീദായി, രണ്ടാമത്തെയാള് പതാക വഹിച്ചു. യുദ്ധം വീണ്ടും തുടർന്നു, രണ്ടാമത്തെയാളും ഷഹീദായി. മൂന്നാമതായി ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക വലത് കൈ കൊണ്ട് ഏറ്റെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ധീരമായ ധ്വനി മുഴക്കിക്കൊണ്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിന്റെ നടുവിലേക്ക് ജാഫർ ഇബ്നു അബി താലിബ് കുതിച്ചു ചെന്നു. ധീരമായി പോരാടി. തന്റെ നേതാവ് പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീരമായി ജാഫർ ഇബ്നു അബി താലിബ് പോരാടി. അദ്ദേഹത്തിന്റെ വലത് കൈ ഛേദിക്കപ്പെട്ടു. പക്ഷേ ഇസ്ലാമിന്റെ പതാക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി തന്റെ കൈവെള്ളയിലേക്ക് വെച്ചു തന്ന പതാക മണ്ണ് തൊടാൻ അദ്ദേഹം അനുവദിച്ചില്ല. ഛേദിക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്ന സമയത്തും പതറാതെ, ഭയക്കാതെ ജാഫർ ഇബ്നു അബി താലിബ് തന്റെ ഇടത് കൈകൊണ്ട് ആ പതാക ഏറ്റുപിടിച്ചു. പതറാതെ. സൈന്യാധിപൻ പതറിയാൽ യുദ്ധത്തിന്റെ ഗതി മാറി. അദ്ദേഹം വീണ്ടും രണാങ്കണത്തിന്റെ നടുവിലേക്ക് എടുത്തു ചാടി. പോരാട്ടം തുടർന്നു. അദ്ദേഹത്തിന്റെ ഇടത് കൈയും ഛേദിക്കപ്പെട്ടു. രണ്ട് കൈയുമില്ല. പക്ഷേ ജാഫർ ഇബ്നു അബി താലിബ് അവിടെയും പതറിയില്ല. തന്റെ ഛേദിക്കപ്പെട്ട രണ്ട് കൈയുടെ ബാക്കിയുള്ള തുണ്ടങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പതാക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങൾ കൊണ്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ട ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജാഫർ ഇബ്നു അബി താലിബ് പ്രഖ്യാപിച്ചു വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാല് ഭാഗത്തു നിന്നും ശരങ്ങൾ പാഞ്ഞു വന്നു. ശത്രു സൈന്യം ജാഫർ ഇബ്നു അബി താലിബിനെ വളഞ്ഞു. തളികക്ക് ചുറ്റുമിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആർത്തി പൂണ്ട മനുഷ്യരെ പോലെ ജാഫർ ഇബ്നു അബി താലിബിനെ അവർ നാല് ഭാഗത്തു നിന്നും വാളുകൊണ്ട് കുത്തി, കുന്തം കൊണ്ട് കുത്തി. ഏകദേശം 100ഓളം വരുന്ന പരിക്കുകളോടെ ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് മറിഞ്ഞു വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രണാങ്കണത്തിൽ ജാഫർ ഇബ്നു അബി താലിബ് മരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തിന് വേണ്ടി. പക്ഷേ നമ്മുടെ വിഷയം ഇവിടെയല്ല തുടങ്ങുന്നത്. നമ്മുടെ വിഷയം തുടങ്ങുന്നത്. നമ്മുടെ വിഷയം തുടങ്ങുന്നത് മദീനയിലാണ്. മദീനയിലാണ് നമ്മുടെ വിഷയത്തിന്റെ ആരംഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, നബിയേ, മുഅത്ത യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയം കൈവരിച്ചിരിക്കുന്നു. താങ്കൾ കൊടിയേൽപ്പിച്ചു കൊടുത്ത 7ാമത്തെ സൈന്യാധിപൻ ഇസ്ലാമിന്റെ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അനുയായികൾ ബലി കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജീവൻ, താങ്കളുടെ പ്രിയപ്പെട്ട ജാഫർ ഇബ്നു അബി താലിബ്, താങ്കളുടെ അനുജൻ, അദ്ദേഹം മരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിൾ തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. പ്രവാചകന്റെ ചുണ്ടുകൾ വിറച്ചു. അബസീനയിൽ നിന്ന് തിരിച്ചു വന്ന തന്റെ അനുജന്റെ കൂടെ അധിക കാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ മുന്നേ ഈ കലിമത്തിന്റെ സത്യപ്രാപ്തിക്ക് വേണ്ടി വിട പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ജാഫർ ഇബ്നു അബി താലിബിന്റെ വീട്ടിലേക്ക്, 2 ചെറിയ മക്കളും ഭാര്യയും താമസിക്കുന്ന ജാഫർ ഇബ്നു അബി താലിബിന്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയി. അവിടെ പ്രവാചകനെ കാണാൻ കഴിഞ്ഞ കാഴ്ച ഹൃദയഹാരിയായിരുന്നു, വേദനിപ്പിക്കുന്നതായിരുന്നു, തകർന്നു പോകുന്നതായിരുന്നു. കാരണം മദീന മുഴുവൻ ആഘോഷത്തിലാണ്. യുദ്ധത്തിൽ വിജയശീലാളിതരായി ഗനീമത്തിന്റെ സ്വത്തും കൊണ്ട് കടന്നു വരുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരെയും വാപ്പമാരെയും മക്കളെയും കാത്തിരിക്കുന്ന ഉമ്മമാരുടെയും ഭാര്യമാരുടെയും ആഘോഷമായിരുന്നു, ആഹ്ലാദമായിരുന്നു മദീനയിൽ മുഴുവനും. ആ ആഹ്ലാദത്തിന്റെ ഒരു അംശം ജാഫർ ഇബ്നു അബി താലിബിന്റെ വീട്ടിലുമുണ്ട്. ജാഫർ ഇബ്നു അബി താലിബിന്റെ മക്കൾ വീട് മുഴുവൻ വൃത്തിയാക്കുകയാണ്. വീടിന്റെ വരാന്തയിൽ വാപ്പയുടെ വരവും കാത്തുകൊണ്ട് ആകാംക്ഷയോടുകൂടി അവർ ഇരിക്കുകയാണ്. ജാഫർ ഇബ്നു അബി താലിബിന്റെ ഭാര്യ അദ്ദേഹം വന്നാൽ കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം വന്നാൽ സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോ ജാഫർ ഇബ്നു അബി താലിബിന്റെ 2 മക്കൾ സർവ്വ നിയന്ത്രണവും വിട്ടുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്രവാചകനെ കെട്ടിപ്പിടിച്ചു. കാരണം അവർ വിചാരിച്ചു നടന്നു വരുന്നത് തങ്ങളുടെ വാപ്പയാണ്, കാരണം രൂപസാദൃശ്യം. പക്ഷേ പ്രവാചകന്റെ അടുത്തെത്തിയപ്പോ അവർക്ക് മനസ്സിലായി ഇത് വാപ്പയല്ല, പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുരുന്നു മക്കളെ വാരിയെടുത്തു. എന്നിട്ട് വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. ജാഫർ ഇബ്നു അബി താലിബിന്റെ ഭാര്യ വീടിന്റെ പുറത്തേക്ക് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ചു. അവർ തിരിച്ച് പ്രവാചകനോട് ചോദിച്ചു, നബിയേ, എന്റെ ഭർത്താവ് എവിടെയാണ് എന്റെ ഭർത്താവ്?
എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരിക? ജാഫർ ഇബ്നു അബീ താലിബിന്റെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, എവിടെയാണ് എൻ്റെ ഭർത്താവ്? എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരിക? എനിക്ക് അദ്ദേഹത്തെ കാണാൻ കൊതിയാകുന്നു. ഇതാ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഇല്ല മോളെ, അവനിനി വരില്ല, ജാഫർ ഇനി വരില്ല. മുഅത്ത യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് അവൻ യാത്രയായി, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക്. ഇനി അവനെ നീ തിരിച്ചു പ്രതീക്ഷിക്കേണ്ട. പറക്കമുറ്റാത്ത മക്കളെ നോക്കിക്കൊണ്ട് ആ ഭാര്യ പ്രവാചകനോട് ചോദിച്ചു, നബിയെ, ആരാണിവർക്ക്? നബിയെ, ആരാണിവർക്ക്? അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന വലിയുഹും ഫി ദുനിയ, ഈ ദുനിയാവിൽ ഞാനാണ് അവരുടെ രക്ഷാധികാരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബത്തിന്റെ ഒരു മനോനില നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവർക്ക് നേരിട്ട പരീക്ഷണത്തിന്റെ കാഠിന്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വാപ്പയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മക്കളുടെ ചെവിയിലേക്ക് കടന്നു വരുന്നത് വാപ്പയുടെ മരണത്തിന്റെ വാർത്ത. തന്റെ ഭർത്താവുമായി സ്നേഹസല്ലാപങ്ങൾ പങ്കിടുന്ന ദിനങ്ങളെ കുറിച്ച് ഓർത്ത് കഴിയുന്ന ഭാര്യയുടെ ചെവിയിലേക്ക് കടന്നു വരുന്നത് ഭർത്താവിന്റെ മരണത്തിന്റെ വാർത്ത. എന്നിട്ടും അവർ തകർന്നില്ല. ഛേ, എന്തൊരു മതാണിത്, എന്തൊരു പടച്ചോനാണിത്, എന്തൊരു കണ്ണിച്ചോരയില്ലാത്ത റബ്ബാണിത് പറഞ്ഞില്ല. അവർ പ്രസഹിച്ചു, കടിച്ചു പിടിച്ചു. വേദനയുടെ സാഗരം മനസ്സിലേക്ക് ഇരമ്പി വരുന്ന സമയത്തും അണപ്പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ടവർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പതറിയില്ല അവർ. അതാകണം ഒരു മുസ്ലിമിന്റെ ജീവിതം. അതാകണം ഒരു മുസ്ലിമിന്റെ, ആ വികാരമാകണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ മുക്കും മൂലയും നിയന്ത്രിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون ولنبلونكم ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിശൈഇൻ മിനൽ ഖൗഫി ഭയം കൊണ്ട് ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വിശപ്പ് കൊണ്ട് ധനം കൊണ്ടുള്ള കുറവ് കൊണ്ട് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ കൃഷിയിടങ്ങളിലെ നാശങ്ങൾ കൊണ്ട് സാമ്പത്തിക മാന്ദ്യം കൊണ്ട് വബശ്ശിരിസ് സാബിരീൻ ആരാണോ ക്ഷമിക്കുന്നത് അവർക്കാകുന്നു സന്തോഷ വാർത്ത. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, അവർക്കൊരു പ്രയാസം വന്നാൽ, അവർക്കൊരു ക്ലേശം വന്നാൽ എന്താണ് അവരുടെ പ്രതികരണം? ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ മാത്രം പറഞ്ഞു പരിചയപ്പെട്ട വാക്കുകൾ അത് സത്യത്തിൽ ജീവിതത്തിലേക്ക് ഒരു ദുഃഖവും പ്രയാസവും ക്ലേശവും അപകടവും കടന്നു വരുമ്പോൾ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് അറിയാതെ പുറത്തു വരേണ്ട വചന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് തീർച്ചപ്പെടുത്തിയ ഈ വചനത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? വലനബ്ലുവന്നകും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. 2 വട്ടമാണ് അവിടെ തീർച്ചപ്പെടുത്തിയത്. 2 വട്ടം ല എന്ന അറബി പദം തീർച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. തീർച്ചപ്പെടുത്താൻ വേണ്ടി ഇന്ന എന്ന വാക്കും തീർച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വലനബ്ലുവന്നകും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിശൈഇൻ മിനൽ ഖൗഫ് ഭയം കൊണ്ടുള്ള പരീക്ഷണം. ഭയം കൊണ്ടുള്ള പരീക്ഷണം സത്യത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഭയം? എന്താണ് ഭയം? ഒരു മനുഷ്യൻ, ഈ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകളും പറയും എനിക്ക് പേടി എന്താണെന്നറിയില്ല, എനിക്ക് ഭയം എന്താണെന്നറിയില്ല. സത്യത്തിൽ അത് പച്ചക്കളവാണ്. പേടിയും ഭയവും ഇല്ലാത്തൊരു മനുഷ്യൻ ലോകത്തില്ല. പേടിയും ഭയവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല. പിന്നെ എന്താണ് ധൈര്യം? ലോകത്ത് ധീരന്മാരില്ലേ? ധൈര്യം എന്താണെന്നറിയോ? ആ പേടിയെ മറച്ചു വെക്കാനുള്ള കഴിവ്. ആ പേടിയെ ആരാണോ അധിക സമയം മറച്ചു വെക്കുന്നത് അതിന്റെ പേരാണ് ധൈര്യം. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് പേടിയില്ല എന്നാണോ? അല്ല. പേടി എന്ന് പറഞ്ഞാൽ എന്താ? പേടിയുടെ ഫിസിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു പട്ടി എന്നെ വായിപ്പിച്ചാൽ, ഓടിച്ചാൽ, ഞാൻ ഓടിക്കയറും മരത്തിന് മുകളിൽ.
ആ സമയത്ത് ചിലപ്പോൾ മരം കയറി എനിക്ക് പരിചയമില്ലെങ്കിലും ഞാൻ മരത്തിന്റെ മുകളിലേക്ക് ഓട്ടോമാറ്റിക് ഓടിക്കയറും. അതിന്റെ കാരണം എന്താ അറിയോ? എൻ്റെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന 2 ഹോർമോൺ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനം എൻ്റെ നാഡികളെയും പേശികളെയും ത്വരിതപ്പെടുത്തും. ഈ ഹോർമോണിന്റെ പ്രവർത്തനമായി എൻ്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ ഭയം. ഭയത്തിന് ഹൃദയവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഹൃദയത്തിന്റെ പേശികൾ കൂടുതൽ പ്രവർത്തിക്കും, പാരാസിമ്പതാറ്റിക് നെർവസ് സിസ്റ്റം കൂടുതൽ പ്രവർത്തിക്കും. ഭയം എന്നുള്ള വികാരം എല്ലാ മനുഷ്യർക്കുള്ളതാണ്. തല്ലൊക്കെ ഉണ്ടാവുന്നതിന്റെ തൊട്ട് മുമ്പുണ്ടാവുന്ന അവസ്ഥ, ഭയങ്കര തീവ്രമായ അടി ഉണ്ടാവുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള അവസ്ഥ എന്താണ്? ഈ തല്ലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂടിയിട്ടുണ്ടാവും. അതില്ലാത്ത ആളുകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വസ്തുത വെച്ച് പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സൗർ ഗുഹയിൽ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും ഒളിച്ചിരിക്കുന്ന സമയം എന്തായിരുന്നു ആ അവസ്ഥ? അവര് സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് കാൽപാദം കാണുകയാണ് ശത്രുക്കളുടെ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ, അവരെങ്ങാനും ഒന്ന് താഴത്തേക്ക് നോക്കിയാൽ കഴിഞ്ഞു, തീർന്നു കഥ. പിന്നെ തൗഹീദ് പറയാൻ ആളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. പ്രവാചകൻ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാ അബൂബക്കർ പതറുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും പടച്ചോൻ നമ്മോട് കൂടെയില്ലേ, റബ്ബ് നമ്മോട് കൂടെയില്ലേ. നിങ്ങളെ ശരിക്കും ഓർത്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകും അത്തരത്തിലുള്ള പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന സമയത്ത്, ഒരു ഏകദേശം 16-17 വയസ്സുള്ള സമയത്ത് എന്നെ ഒരു വട്ടം പോലീസ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയുന്ന സ്ഥലമായിരിക്കും. ആ സ്ഥലത്ത് നിന്ന് മീൻ വാങ്ങി വരുന്ന സമയത്ത് അവിടെ എന്തോ ഒരു കച്ചറ നടന്നാൽ അവിടെ ചില സമയത്ത് പോലീസുകാർക്ക് ഒരു ഏർപ്പാടുണ്ട്, ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യുക. ഒരു ഏരിയ മുഴുവനും കവർ ചെയ്തിട്ട് അവിടെയുള്ള ആളുകളെ മൊത്തം പൊക്കിക്കൊണ്ടുപോകുക. ഇതിൽ ഞാനും പെട്ടു. ആ സമയത്ത് വല്ലാഹി സത്യം സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥത്തിൽ ഈ തോന്നുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. അവിടെ കോളറ പിടിച്ച് കൊണ്ടുപോയി ഡയന വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി ഒരു കൂട് ഡയന ആ വണ്ടിയുടെ വാതിലങ്ങ് അടച്ചപ്പോൾ പുറമേയുള്ള ലോകവുമായി ഉള്ള ബന്ധം മുഴുവൻ നഷ്ടപ്പെട്ടു. ആരെയും വിളിക്കാനില്ല, ആരോടും പറയാനില്ല. അവിടെ ഇനി മൊബൈൽ ഉപയോഗിച്ചാൽ ദേഷ്യം വരും, മൊബൈൽ എറിഞ്ഞു പൊളിച്ചു. ഇനി ആരോടും പറയാനില്ല, ആരും അവലംബമില്ല. ഇനി വിളി കേൾക്കാനും പറയാനുമുള്ള ഒരേയൊരു സ്രോതസ് പടച്ച തമ്പുരാൻ മാത്രമാണ്. പേടിയുടെ അങ്ങേയറ്റം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്ത് ഭയം വരുന്ന സമയത്ത് ആളുകൾ എത്രത്തോളം തരംതാവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ പേടിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഭയന്ന് കഴിഞ്ഞാൽ, അയാൾ എത്ര ആത്മാഭിമാനിയാണെങ്കിലും അയാൾ തരംതാവും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പിച്ചക്കാരന്റെ സ്റ്റാൻഡേർഡ് പോലും മറന്ന് അയാൾ തരംതാവും ഏത് നിലയിലേക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. മിനൽ ഖൗഫ് വൽ ജൂ, വിശപ്പ് കൊണ്ട് റബ്ബ് പരീക്ഷിക്കും. വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? വിശപ്പിന്റെ കാഠിന്യം, ആ വിശപ്പിന്റെ കാഠിന്യം കൂടിക്കഴിഞ്ഞാൽ മനുഷ്യൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. 1971 കാലഘട്ടങ്ങളിൽ ബംഗാളിലൊക്കെ ക്ഷാമം നടന്നപ്പോൾ അവിടെ ചില സംഭവങ്ങൾ നടന്നു. ചില ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത് അവിടെ എല്ലാം കഴിഞ്ഞു. അവര് ഭക്ഷിക്കുന്ന ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവര് പല്ലിയെയും അതുപോലെ പാറ്റയെയും തവളയെയും പിടിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞു. ബംഗാൾ ക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ പല്ലിയും പാറ്റയും കൂറയും പോലുള്ള ജീവികൾ മുഴുവൻ വംശനാശം സംഭവിച്ചു, ഭക്ഷിച്ചു, മനുഷ്യൻ തിന്നിട്ട്. അവസാനം അവരെന്താ ചെയ്തതെന്നറിയോ? അവരുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി. ഇത് ബംഗാൾ ക്ഷാമത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളിലുള്ളതാണ്. വിക്കിപീഡിയയിൽ അടിച്ചാലും പിന്നെ ഗൂഗിളിൽ ഒരുപാട് ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്ന ലിങ്കുകൾ. അവര് പറയുന്നത്, എൻ്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള അമ്മ ഇപ്പുറത്തുള്ള അമ്മയുടെ അടുത്തേക്ക് അവരുടെ കുട്ടിയെ കൊണ്ടുകൊടുക്കാൻ, എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കുട്ടി എനിക്ക് വേണം. എന്താണ്? എൻ്റെ സ്വന്തം മോളെ അല്ലെങ്കിൽ മോനെ തിന്നാൻ എനിക്ക് കഴിയില്ല, എൻ്റെ മനസ്സ് പതറും. അതുകൊണ്ട് നിങ്ങൾ ഇവളെ അല്ലെങ്കിൽ ഇവനെ ഭക്ഷിക്കുക, ഞാൻ തിരിച്ച് നിങ്ങളുടെ മക്കളെയും ഭക്ഷിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥ വരെ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് ബംഗാൾ ക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ. അതൊന്നും നമ്മളറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ
വിശപ്പ് കൊണ്ട് നമ്മെ പരീക്ഷിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരീക്ഷണവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 3 വർഷക്കാലത്തോളം എംബാർഗോ അനുഭവിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുകൾ ഭക്ഷിക്കുന്നത് പോലെ പച്ചിലയും വെള്ളവും മാത്രം ഭക്ഷിച്ചു. ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു പ്രവാചകനും അനുയായികളും. പക്ഷേ അവിടെയും അവർ പതറിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും തുടരുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ ബിശൈ എന്ന് പറഞ്ഞല്ലോ റബ്ബ്. ബിശൈ പല കാര്യങ്ങൾ കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കുന്നതാണ് പറഞ്ഞത്. ആ പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രോഗം. 2 ദിവസം മുമ്പ് ഒരു സംഭവം വായിച്ചു. ബറാ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻകാരിയായ ഒരു ബാലികയുടെ, വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടുണ്ടാവും. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഖുർആൻ മനഃപ്പാടമാക്കിയ ബറാ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ബാലിക, നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന, ഇസ്ലാമിനോട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കുടുംബം. ഒരു ദിവസം അവളുടെ ഉമ്മക്ക് വല്ലാത്തൊരു വയറുവേദന, ശരീരത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസറാണ്. ക്യാൻസറിന്റെ അവസാന സ്റ്റേജാണ്. ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല. പക്ഷേ ഈ ഉമ്മക്ക് തന്റെ മകളോട് എങ്ങനെ ഇത് പറയണമെന്നറിയില്ല. ഈ മകൾ അത് ഏത് തരത്തിൽ എടുക്കുമെന്നറിയില്ല. അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഈ മാതാവ് മകളോട് പറഞ്ഞു, മോളെ, ഉമ്മ ഇനി അധിക കാലം നിന്റെ കൂടെ ഉണ്ടാവില്ല. നിന്നെ ഉപദേശിക്കാനും നിന്നെ വഴി നടത്താനും ഉമ്മ നിന്റെ കൂടെയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മോൾ ഒറ്റക്ക് ചെയ്തു പഠിക്കണം, എല്ലാ കാര്യങ്ങളും മോൾ ഒറ്റക്ക് ചെയ്ത് പരിശീലിക്കണം എന്ന് ഉമ്മ ഉപദേശിച്ചു. ആ കുട്ടി അത് ഉൾക്കൊണ്ടു. അങ്ങനെ ഉമ്മയുടെ അവസ്ഥ ദിവസം കഴിയും തോറും വളരെ മോശമായി വന്നു. ആശുപത്രിയിൽ ഉമ്മ ആ മകളോട് ആവശ്യപ്പെട്ട ഒരൊറ്റൊരു കാര്യം, ഇന്റർനെറ്റിലൊക്കെ കാണാം ആ മകളുടെ ഖുർആൻ പാരായണം. അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, എല്ലാ വൈകുന്നേരങ്ങളിലും നിന്റെ ശബ്ദത്തിൽ എനിക്ക് ഖുർആൻ പാരായണം കേൾക്കണം. എല്ലാ ദിവസവും ബറാ എന്ന് പറയുന്ന പെൺകുട്ടി ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് ഈ ഖുർആൻ ഓതി കേൾപ്പിക്കും. അങ്ങനെ രാത്രിയാകുമ്പോൾ തിരിച്ചുപോയി വീട്ടിൽ കിടന്നുറങ്ങും. ഒരു ദിവസം ഈ ഉപ്പയുടെ ഫോണിലേക്ക് കോള് വന്നു ആശുപത്രിയിൽ നിന്ന്. ഭാര്യയുടെ സ്ഥിതി വളരെ മോശമാണ്, സീരിയസ് ആണ്. ഏത് സമയത്താണ് വിട്ടുപിരിയാന്നറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് അറിയിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് കോള് വന്നു. അങ്ങനെ ഇയാള് മകളെയും കൂട്ടി ആശുപത്രിയിലേക്ക് ചെന്നു. റോഡിന്റെ അപ്പുറത്തെ വശത്ത് വാഹനം നിർത്തി. എന്നിട്ട് മകളോട് പറഞ്ഞു, മോളെ, നീ വണ്ടിയിലിരിക്ക്, ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഈ പിതാവ് റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് ചീറിപ്പാഞ്ഞു വന്നൊരു വാഹനം ഈ പിതാവിനെ അടിച്ചു തെറിപ്പിച്ചു. ഈ മകളുടെ കൺമുന്നിൽ വെച്ച് പിതാവ് പിടഞ്ഞു മരിച്ചു. പിതാവ് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ബറാ എന്ന് പറയുന്ന ബാലിക. ആ പിതാവിന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുഞ്ഞു കരഞ്ഞു. 2 ദിവസങ്ങൾക്കകം മാതാവും മരിച്ചു. മാതാവുമില്ല, പിതാവുമില്ല, 2 പേരുമില്ല. വല്ലാത്തൊരവസ്ഥ. ഒരുപാട് ആളുകൾ ഈ കുട്ടിയുടെ കാര്യം ഏറ്റെടുക്കാൻ വന്നു. ഒരുപാട് ആളുകൾ ഈ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു ഓഫർ നൽകി മുന്നോട്ട് വന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുട്ടിക്കും ശരീരത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു വിമ്മിട്ടം. പരിശോധിച്ചു നോക്കിയപ്പോൾ ഉമ്മയ്ക്കുണ്ടായ അതേ രോഗം ഈ കുട്ടിക്കും, ഉമ്മയ്ക്കുണ്ടായ അതേ അസുഖം ഈ കുട്ടിക്കുമുണ്ട്. ആ കുട്ടി എന്നിട്ട് അവിടെ ആ വിശദീകരിക്കുന്ന സ്ഥലത്ത് പറയുന്ന സഹോദരങ്ങളെ, ആ കുട്ടിയുടെ കാല് മുറിച്ചു കളഞ്ഞു എന്നാണ്. 2 കാലും മുറിച്ചു കളഞ്ഞു. ആ സമയത്തും ചാനൽ വന്ന് ചോദിച്ച സമയത്ത് പുഞ്ചിരിയോടുകൂടി ഈ കുട്ടി പറഞ്ഞ മറുപടി, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രയാസമില്ല, കാരണം ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക്, ഞാൻ എൻ്റെ വാപ്പയുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയാണല്ലോ എന്നതായിരുന്നു ഈ കുട്ടി പറഞ്ഞ മറുപടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. അല്ലാഹ് നമ്മളൊന്നും പരീക്ഷിച്ചിട്ടില്ല. പടച്ച തമ്പുരാൻ നമ്മളൊന്നും പരീക്ഷിച്ചിട്ടില്ല. യഥാർത്ഥമായ പരീക്ഷണം എന്താണെന്ന് നാം അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥമായ പരീക്ഷണത്തിന്റെ തീച്ചൂളകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. നിങ്ങളറിയോ, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഒരു തരി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വയറിൽ നിന്ന് വിശന്ന് കാളി, വയറ് കത്തിക്കരിഞ്ഞ്
റൂമിന്റെ അകത്ത് നിന്ന് പൊട്ടിക്കരയുന്ന ഉമ്മയുടെ കരച്ചിൽ കേട്ട് ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഇരിക്കുന്ന പല മക്കളും, എനിക്കറിയുന്ന പല ആളുകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ കരങ്ങൾ നീണ്ടാൽ രണ്ട് തരത്തിലുള്ള പരീക്ഷണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പരീക്ഷണമാണ്. എത്തരത്തിലുള്ള പരീക്ഷണമാണിത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വൃത്തികെട്ട മനുഷ്യർക്ക് ഒരുക്കി വെച്ച ഭീമാകാരമായ നരകത്തിന്റെ പാതാളത്തിലേക്ക് ആവദിക്കുന്നതിന്റെ മുന്നേ ആ നരകത്തിന്റെ ശിക്ഷയുടെ അടയാളമായി ഈ ദുനിയാവിലെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷയുടെ തീച്ചൂളകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള തീച്ചൂളകൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത് മക്കാ മുശ്രിക്കുകളെ മുഴുവനും വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ സമയത്ത്, ഏകനായ റബ്ബിന്റെ വഹദാനിയത്ത് പ്രഖ്യാപിച്ച സമയത്ത് ആ നിശബ്ദതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ആ ആൾക്കൂട്ടത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചൊരു ശബ്ദം വന്നതായി നമുക്കറിയാം. തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്, നിനക്ക് നാശമാണ് മുഹമ്മദേ, എന്ത് വൃത്തികെട്ടവനാണ് നീ, എന്ത് നീചനും നിന്യനും നികൃഷ്ടനുമാണ് നീ, നീ നാശമടയട്ടെ മുഹമ്മദേ. ഈ കാര്യം ഞങ്ങളോട് പറയാൻ വേണ്ടിയാണോ തിരക്കുകളിൽ നിന്ന് നീ ഞങ്ങളെ തിരിച്ചു വിളിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മറുപടി പറഞ്ഞു. പടച്ചവൻ പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അല്ലാഹുവിന്റെ ശാപമാണ്. പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തിയ പരീക്ഷണത്തിൽ ഒരിനമായ പരീക്ഷണം അബൂലഹബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു, മക്കയിലെ ആളുകൾ മുഴുവനും ബഹുമാനിച്ചിരുന്ന, ആഭിജാത്യത്തോടെയും അന്തസ്സോടെയും മാത്രം ജീവിച്ചിരുന്ന അബൂലഹബ് എന്ന് പറയുന്ന സുമുഖനും സുന്ദരനും ദൃഢഗാത്രനുമായ ആ മനുഷ്യന്റെ മരണത്തെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരു പുഴുത്തു നാറി മരിച്ച പട്ടിയുടെ വില പോലുമില്ലാതെ തന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വിജനമായ ഒരു പ്രദേശത്തേക്ക് മാറ്റി നിർത്തി അവിടെ നിന്നും കാറ്റടിക്കുന്ന സമയത്ത് പുഴുത്തു നാറിയ തന്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം നാട്ടുകാർക്കും വീട്ടുകാർക്കും സഹിക്കാൻ കഴിയാതെ ആയപ്പോ എവിടെയും ഒരു തരത്തിലും ദുർഗന്ധം വന്നു ഭവിക്കാത്ത ദൂരെ ദിക്കിലേക്ക് കടത്തിക്കൊണ്ടു പോകുകയും ഒരു തരി വെള്ളം കിട്ടാതെ പേപ്പട്ടി മരിക്കുന്നത് പോലെ അല്ല, അതിനേക്കാൾ നികൃഷ്ടമായി നിന്യമായ നിലയിൽ മരണം വരിക്കുകയും ചെയ്ത അബൂലഹബിന്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ഈ ലോകത്ത് ശിക്ഷിച്ച് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരിക്കലും തന്നെ ഒരു സാന്ത്വനവും നൽകുകയില്ല, ഒരു സമാധാനവും നൽകുകയില്ല. പക്ഷേ സമാധാനം നൽകുന്ന പരീക്ഷണമുണ്ട്, മനസ്സിൽ സ്വാന്തനം നൽകുന്ന പരീക്ഷണമുണ്ട്. അതേത് തരത്തിലുള്ള പരീക്ഷണമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ നൽകുന്ന പരീക്ഷണമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന ആളുകളെ അവൻ ചില തരത്തിലുള്ള പരീക്ഷണത്തിന് വിധേയരാക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് അവർ ഒരുപാട് നിഷേധിച്ചു, അവരെ തള്ളി പറഞ്ഞു പടച്ചവനെ, അല്ലാഹനെ കാണാതെ മൂസ, ഞങ്ങൾ പടച്ചോനെ വിശ്വസിക്കില്ല, ഏതുവരെ ഞങ്ങൾ പടച്ചോനെ നേരിട്ട് കാണുന്നത് വരെ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ആ ഖൗമിനെ പടച്ച തമ്പുരാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാ പരീക്ഷിച്ചത്? പോണോടത്തൊക്കെ തവള, പോകുന്ന എല്ലാ സ്ഥലത്തും തവള, ശരീരത്തിൽ മുഴുവൻ പേൻ, വെള്ളം കുടിക്കാൻ വേണ്ടി നദിയിൽ നിന്ന് കോരുന്ന സമയം അത് രക്തമായി മാറുക. ഇങ്ങനെയുള്ള വിചിത്രമായ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ ഇതേ ഖുർആൻ തന്നെ മറ്റൊരു തരത്തിലുള്ള പരീക്ഷണത്തെ കുറിച്ചും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് ആ പരീക്ഷണം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും കുടുംബം കൊണ്ടും ആഭിജാത്യം കൊണ്ടും തറവാടിത്തം കൊണ്ടും അന്തസ്സുകൊണ്ടും ഭൗതികമായ നിലയിൽ എന്തൊക്കെ വേണോ ഒരു മനുഷ്യന്, ആ എല്ലാ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഒട്ടകത്തിന്റെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു, പശുക്കളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു, ആടുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ബഡ മുതലാളിയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായ വന്നിഹായിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പടച്ചവൻ ആദ്യമായി കൈവച്ചത് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമ്പത്തിലായിരുന്നു.
അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങൾക്ക് വിചിത്രമായ രോഗം ബാധിച്ചു. വിചിത്രമായ രോഗം അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങൾക്ക് ബാധിച്ചു. ഓരോ ഒട്ടകങ്ങളും ചത്തൊടുങ്ങാൻ തുടങ്ങി. ആർക്കും വിവരിക്കാൻ സാധിക്കുന്നില്ല, വിശദീകരിക്കാൻ സാധിക്കുന്നില്ല ഈ വിചിത്രമായ പ്രതിഭാസം. ഓരോ ഒട്ടകങ്ങളും ചത്തൊടുങ്ങാൻ തുടങ്ങി. പശുക്കൾക്കും വിചിത്രമായ രോഗം ബാധിച്ചു. പശുക്കൾ മുഴുവൻ ചത്തൊടുങ്ങി. ആടുകൾക്കും എന്തെന്നില്ലാത്ത രോഗം ബാധിച്ച് ആടുകൾ മുഴുവൻ ചത്തൊടുങ്ങി. ഏതൊക്കെ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ സമ്പത്ത് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ടോ ആ സമ്പത്ത് മുഴുവനും പടച്ചവൻ തമ്പുരാൻ തിരിച്ചെടുത്തു. എന്നിട്ട് ചരിത്രം വിശദീകരിക്കുന്നു സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിൽ കൂലിപ്പണിയെടുക്കാൻ തുടങ്ങി. ആ നാട്ടിൽ കൂലിപ്പണി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊക്കെ പണ്ടൊരു കാലം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വാപ്പയൊക്കെ പലപ്പോഴും പറയുന്നത് കേൾക്കാം. വാപ്പയുടെ വീട്ടിന്റെ അടുത്ത് ഉത്തമൻ എന്ന ഒരാളുണ്ടായിരുന്നു അത്രേ. ഉത്തമൻ, ആ ഉത്തമന്റെ പീഡിയക്കോലായിൽ ചെന്ന് നിന്നുകൊണ്ട് മണിക്കൂറുകളോളം അരിക്ക് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ. മണിക്കൂറുകളോളം അരിക്ക് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കറിയാം. ആ കാലഘട്ടത്തിൽ നാം അനുഭവിച്ച ദാരിദ്ര്യം, കുറച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്ന അവഗണനകൾ, പരിഹാസങ്ങൾ, അവജ്ഞകൾ, പുച്ഛം കലർന്ന ചിരിയും സംസാരവും, ഇതൊക്കെ നാം അനുഭവിച്ചതാണ്. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊക്കെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡിലുള്ള ആളുകളായിരിക്കും. ഇന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഈ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ നാം മടങ്ങിപ്പോകുകയാണ്. ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥ, ആളുകളുടെ മുന്നിൽ സങ്കടം പറയേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥ ഇല്ലേ? അങ്ങനെയുള്ള ആളുകൾ 20, 30, 40 വർഷം ഗൾഫിന്റെ മരുഭൂമിയിൽ ജീവിതം ചിലവഴിച്ച് അവസാനം നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചില്ലിക്കാശ് കയ്യിലില്ലാതെ അന്യന്റെ മുന്നിൽ കണ്ണുനീര് കാണിച്ച് കൈനീട്ടേണ്ടി വരുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. 4-5 പെൺമക്കളുടെ വാപ്പയായി പോയി എന്ന ഒരൊറ്റ തെറ്റിന് വേണ്ടി ആരാന്റെ മുന്നിൽ സ്വന്തം അഭിമാനം പണയം വെക്കേണ്ടി വരുന്ന എത്ര വാപ്പമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചുങ്കത്തറ പഠിക്കുന്ന സമയത്ത് ഒരു നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നതായി ഓർക്കുന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും ഇരിക്കുകയാണ്. എന്നിട്ട് അവസാനം അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ താങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? പരുപരുത്ത, ശരിക്ക് പുറത്തേക്ക് വരാത്ത ഗദ്ഗദകണ്ഠമായ ശബ്ദത്തോടു കൂടി ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 4 പെൺമക്കളുടെ വാപ്പയാണ്. 4 പെൺമക്കളുടെ വാപ്പയാണ് ഞാൻ. അതിൽ മൂത്തവൾക്ക് കല്യാണാലോചന വന്നിട്ടുണ്ട്. ആ കല്യാണാലോചനയ്ക്ക് ആലോചിച്ചു വന്ന പുതിയാപ്പിള ചോദിക്കുന്നത് വലിയ സ്ത്രീധന തുകയാണ്. അതുകൊണ്ട് പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്ന സുമനസ്സുകളോട് യാചിക്കുക എന്നല്ല ഒരു പോംവഴിയല്ലാതെ എന്റെ മുന്നിൽ മറ്റൊന്നും തന്നെ കാണുന്നില്ല. ആ മനുഷ്യനെ കുറച്ച് യുവാക്കൾ താങ്ങി പിടിച്ചുകൊണ്ട് വെള്ളം തെറിക്കുന്ന ഹൗദിന്റെ കരയിൽ കൊണ്ടുചെന്നാക്കി. ആളുകളുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന ദാക്ഷിണ്യത്തിന്റെ തുട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ആ മനുഷ്യന്റെ മുഖം, പ്രിയപ്പെട്ട സഹോദരൻ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ നാണയങ്ങള് വീടാന്തരവും ഗ്രാമാന്തരവും കയറിയിറങ്ങി സമ്പാദിക്കുന്ന ഈ യാചനയുടെ ഈ പിച്ചക്കാശ് കൂടിച്ചേർന്ന് ലക്ഷങ്ങളാകുമ്പോൾ ആ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അനുഭവിക്കാൻ ഒരു മനുഷ്യൻ മറുവശത്ത് തയ്യാറാകുന്നു എന്നുള്ളത് നട്ടല്ലില്ലായ്മയുടെ ഒരു വലിയ ഉദാഹരണം മാത്രം. അത് മറ്റൊരു വശം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മളെ തരം താഴ്ത്തി എന്ന് കരുതുക. എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അഭിമാനത്തിന്റെ അവസ്ഥ? അല്ലേ? പലപ്പോഴും സഹോദരങ്ങളെ, ഈ യാത്രയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം മുഴുവൻ നഷ്ടപ്പെട്ടാൽ ഒരാളുടെ മുന്നിൽ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? റിയാദിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. മക്കയിൽ നിന്ന് റിയാദിലേക്ക് വരുന്ന ആളുകൾ പേഴ്സൊക്കെ മുഴുവനും നഷ്ടപ്പെട്ട് കള്ളന്മാര് പിടിച്ചു പറിച്ച് അവസാനം വഴിയിൽ കാണുന്ന ആരുടെയെങ്കിലും മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ അവർക്ക് വരാറുണ്ട്. ആ സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ, അവരുടെ മുഖത്തുണ്ടാകുന്ന മുഖഭാവം, അവരുടെ മുഖത്തുണ്ടാകുന്ന ജാള്യത മറച്ചു വെക്കാൻ അവർ പെടാപ്പാടുപെടുന്നത് ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചാൽ നമുക്കും ആ അവസ്ഥ കടന്നു വരും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നലെ വരെ നൂറുകണക്കിന് ഒട്ടകങ്ങളുടെയും ആടുകളുടെയും പശുക്കളുടെയും മുതലാളിയായി, നൂറുകണക്കിന് തൊഴിലാളികളുടെ മുതലാളിയായി നിന്നിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂമ്പയെടുത്തുകൊണ്ട് വീടിന്റെ മുറ്റത്ത് ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് വിശക്കുന്നു, എൻ്റെ മക്കൾക്ക് വിശക്കുന്നു, അവരുടെ വിശപ്പടക്കാൻ എനിക്കൊരു പണി വേണം എന്ന് ചോദിക്കേണ്ട ഗതികേട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അദ്ദേഹം അപ്പോഴും പതറിയില്ല.
അപ്പോഴും അദ്ദേഹം പതറിയില്ല. കാരണം അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരിക്കാം, ഒരു പക്ഷേ നഷ്ടപ്പെട്ട എന്റെ സമ്പത്ത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ 11 ആൺമക്കളെ പടച്ച തമ്പുരാൻ എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രവർത്തനം കൊണ്ടും പ്രയത്നം കൊണ്ടും ഒരുപക്ഷെ എനിക്ക് എന്റെ നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടിയേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും അദ്ദേഹത്തെ വിട്ടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾക്ക് അജ്ഞാതമായ രോഗം ബാധിക്കാൻ തുടങ്ങി. വൈദ്യശാസ്ത്രത്തിന് അക്കാലഘട്ടത്തിലുള്ള വൈദ്യശാസ്ത്രത്തിന് പരിചയമില്ലാത്ത രോഗം. 1ാമത്തെ മകൻ മരിച്ചു. വിറയാർന്ന കൈകളോടുകൂടി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മകനെ ഖബറടക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ 2ാമത്തെ മകനും മരിച്ചു. അവനെയും ഖബറടക്കി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ 3ാമത്തെ മകനും മരിച്ചു. ഇങ്ങനെ എല്ലാ മക്കളും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 11 മക്കളും മരിച്ചു കഴിഞ്ഞു. ഇനി ആരുമില്ല. ഇനി ബാക്കിയുള്ളത് ഭാര്യമാരും ഞാനും മാത്രമാണ്. ഇനി ജീവിതത്തിൽ പ്രതീക്ഷകളില്ല, പ്രത്യാശകളും സ്വപ്നങ്ങളുമില്ല. എല്ലാം ഇവിടെ അവസാനിച്ചു. ഇനി മരിക്കുന്നത് വരെ ഇവിടെ കാട്ടിക്കൂട്ടി ഒന്ന് ജീവിക്കുക, വിശപ്പടങ്ങാൻ അന്യന്റെ തൊഴുത്തിൽ ചെന്ന് പണിയെടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യം ഉപയോഗിച്ച്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തിലും കൈകടത്തി. പടച്ച തമ്പുരാൻ ആ ആരോഗ്യത്തിലും കൈവച്ചു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം ശോഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം പുഴുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുഴുക്കൾ കയറാൻ തുടങ്ങി. ചരിത്രം വിശദീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള വലിയ പുഴുക്കൾ ചെറിയ പുഴുക്കളെ തിന്നാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ദുർഗന്ധം ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും അദ്ദേഹത്തെ വെറുത്തു, ഒറ്റപ്പെടുത്താൻ തുടങ്ങി. നാട്ടുകാരെ മുഴുവനും തീരുമാനിച്ച് അദ്ദേഹത്തെ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടു ചെന്നാക്കി. എല്ലാവരും ഒറ്റപ്പെടുത്തി. ആരോഗ്യമില്ല, വിശക്കുന്ന വയറിന് പരിഹാരമില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിജനമായ പ്രദേശത്ത് വേദനിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. സമ്പത്ത് നഷ്ടപ്പെട്ടു, സന്താനം നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, സ്വാധീനം നഷ്ടപ്പെട്ടു, അന്തസ് നഷ്ടപ്പെട്ടു, അവസാനം കയ്യിൽ അവശേഷിച്ചിരുന്ന ആരോഗ്യവും നഷ്ടപ്പെട്ടു. വേദനിക്കുന്ന ശരീരവുമായി, വേദനിക്കുന്ന മനസ്സുമായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വേദന സഹിക്കാൻ കഴിയാതെയായപ്പോ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുകയാണ്, നാഥാ, ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ഇന്നി മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എന്നെ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ എന്നെ പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. റബ്ബേ എന്നെ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് കാരുണ്യവാനിൽ, നീയാണ് കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവണ്ണം കാരുണ്യം ചെയ്യുന്നവൻ. നാഥാ, നീയാണ് ഏറ്റവും നല്ല കാരുണ്യവാനല്ല. അതുകൊണ്ട് എന്റെ പ്രയാസം കാണണേ റബ്ബേ, അതുകൊണ്ട് എന്റെ ബുദ്ധിമുട്ട് കാണണേ റബ്ബേ എന്ന് അവിടെ വെച്ച് ആരോരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠമാകണം. ഈ ഒരു ആശയമാണ് നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠമായി ഭവിക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയൊക്കെ കഷ്ടപ്പാട് വന്നപ്പോഴും ബുദ്ധിമുട്ട് വന്നപ്പോഴും സ്വയം ശപിക്കാതെ, പടച്ചവനെ ശപിക്കാതെ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു, നാഥാ, എന്നെ ബുദ്ധിമുട്ട് ബാധിച്ചു റബ്ബേ, എന്നെ പ്രയാസം ബാധിച്ചു റബ്ബേ, അതുകൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് ഈ പ്രയാസം ദൂരീകരിച്ചു തരണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തിരിച്ചു കൊടുത്തു. എല്ലാം റബ്ബ് തിരിച്ചു കൊടുത്തു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴയ കാലത്ത് തനിക്കുണ്ടായ സമ്പത്തിനേക്കാൾ ആധിക്യമുള്ള സമ്പത്തിനുടമയായി. തന്റെ ദൃഢഗാത്രമായ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തിരിച്ചു കൊടുത്തു. പഴയ മക്കളെക്കാൾ കാരുണ്യവും സ്നേഹവുമുള്ള മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തിരിച്ചു കൊടുത്തു. 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 2 വ്യക്തിത്വങ്ങൾ, അബൂലഹബും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും. അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ കോപം കൊണ്ടുള്ള പരീക്ഷണം നേരിട്ടവനാണ്. അള്ളാഹുവിന്റെ അനിഷ്ടം കൊണ്ടുള്ള പരീക്ഷണം നേരിട്ടവനാണ്. പക്ഷേ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിന് പാത്രമായത് കാരണം പരീക്ഷണം നേരിട്ട ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രമായത് കാരണം പരീക്ഷണം നേരിട്ടയാളാണ്.
അതുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പരീക്ഷണം നേരിടുന്ന സമയത്ത് റബ്ബിനെ ശപിക്കാതെ, ദീനിനെ ശപിക്കാതെ, പടച്ച തമ്പുരാനിൽ നിന്നുള്ള പ്രതീക്ഷ കൈവിടാതെ മുസ്ലിമായി യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ആ പ്രവാചകനും സഹാബത്തും ഒന്നും ഏറ്റെടുത്ത പരീക്ഷണത്തിന്റെ 1/7 ഞാനും നിങ്ങളും ഏറ്റെടുത്തിട്ടില്ല. അതൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരായത്തും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. നമുക്ക് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ അല്ലേ? ഒരായത്തും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ആ ആയത്ത് സൂറത്തുൽ ബഖറയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. സ്വർഗാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകാമെന്ന് മുഅ്മിനീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റി. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു. ഏത് കാലഘട്ടം വരെ അവർക്ക് മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ നേരിട്ട പ്രയാസത്തിന്റെയും ക്ലേശത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ദുരിതത്തിന്റെയും പാതകൾ അവർ കടന്നു പോകാത്ത കാലത്തോളം എത്രത്തോളം വസുൽസിലു അവർ പിടിച്ചു കുലുക്കപ്പെട്ടു. ഹത്താ യഖൂലർ റസൂൽ, ക്ഷമയുടെ നിറകുടമായ, ക്ഷമയുടെ സഹനത്തിന്റെ മകുടോദാഹരണമായ പ്രവാചകൻ വരെ പറഞ്ഞു പോകുന്നത് വരെ മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായം, എപ്പോഴാണ് പടച്ച തമ്പുരാന്റെ സഹായം എന്ന് പ്രവാചകന്റെ നാവ് വരെ മന്ത്രിക്കുന്നത് വരെ അവരെ നാം പിടിച്ചു കുലുക്കി. ആ കുലുക്കൽ അനുഭവിക്കാതെ വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബ്ലുവ അഖ്ബാറകും, ഇല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽപ്പെട്ട ക്ഷമാലുക്കളെയും ത്യാഗ സന്നദ്ധരെയും തിരിച്ചറിയുന്നത് വരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷണത്തെ നേരിടേണ്ടത് തവക്കുലിന്റെ ശക്തി കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്, ക്ഷമ കൊണ്ടാണ്. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്കാകുന്നു സന്തോഷ വാർത്ത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണത്തിന്റെ സമയത്ത് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണമാണ്. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് നമ്മുടെ മക്കളെ കൊണ്ടുള്ള പരീക്ഷണം. ആ മക്കളെ കൊണ്ടുള്ള, ഇനി അത് വിശദീകരിക്കാൻ സമയമില്ല, ഈ വൃത്തികെട്ട കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളെ നേർവഴിയിലേക്ക് നടത്തുക എന്നുള്ളത് ഒരു ഹെർക്കുലിയസ് ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് അതിന് നിങ്ങളെ സഹായിക്കാൻ, അതിന് നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നൽകാൻ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരു സംഘടനയുണ്ട്, നിങ്ങൾക്കറിയാം, MSM, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്. തകർന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയുടെ പുനഃസ്ഥാപനമാണ് MSMന്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാം, ലിബറൽ സെക്സിനെ, സ്വതന്ത്ര ലൈംഗികതയെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കുറേ വൃത്തികെട്ട ജീവികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ മുളച്ചു പൊന്തിയിട്ടുണ്ട്. അവരനുധാവനം ചെയ്യുന്ന വികൃതവും വിചിത്രവുമായ, നമ്മുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സമരരീതികളും ആ സമരരീതികളുമായി ബന്ധപ്പെട്ട് അതുമായി അനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് സംവാദങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വ്യക്തമായ ദിശാബോധം നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം എന്നോണം, ആ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം എന്നോണം ഈ വരുന്ന മാർച്ച് മാസം കൊല്ലത്ത് വെച്ച് പ്രോഫ്കോൺ നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ നാട്ടിൽ നാം പറഞ്ഞാൽ കേൾക്കുന്ന ആരുണ്ടെങ്കിലും പറഞ്ഞു വിടുക. പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു വിടുക. കാരണം ഏറ്റവും കൂടുതൽ ഈ ലിബറൽ സെക്സിന്റെ ആളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസിനെയാണ്. അതുകൊണ്ട് അവര് നന്നായി കഴിഞ്ഞാൽ ഒരു വലിയ ബാധ്യത സമൂഹത്തിന് നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ഇത് അറിയാതെ പോകരുത്. ഈ പ്രോഫ്കോണിനെ കുറിച്ച്, കൊല്ലത്ത് നടക്കുന്ന നമ്മുടെ പ്രോഫ്കോണിനെ കുറിച്ച് അറിയാതെ പോവരുത്. അറിയിക്കുക, പരമാവധി അവരെ പുഷ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞയക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അവന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാകുന്നവരുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ,
പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ റിയാ വരാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് പെടണമെന്ന ദുരുദ്ദേശം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീ ഇല്ലാതെയാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരീക്ഷണത്തിന്റെ തീച്ചുളകൾ ക്ഷമ കൊണ്ട് നേരിടാനുള്ള സൗഭാഗ്യവും ധൈര്യവും സ്ഥൈര്യവും ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.